ഞങ്ങൾക്ക് കയറാനായിട്ടുള്ള സൗകര്യം മാത്രം മതി. ബസ്സിനെതിരെ നടപടി എടുക്കണ്ട. നടപടി വേണ്ട, ബസ്സിൽ ഇനി കയറ്റണം. കയറ്റിയാൽ മാത്രം മതി. ആ ബസ് മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പൊ ആ സമയത്ത് നേരത്തെ ഉണ്ടാകുന്ന ആ ബസ്സാണ്. അപ്പോൾ കയറ്റിയാൽ മാത്രം മതി. അപ്പൊ നിങ്ങൾ സ്ഥിരം ആ ബസ്സിലാണോ പോകുന്നത്? സ്ഥിരം ആ ബസ്സിൽ നടപടി എടുക്കരുത് എന്നവർ കരഞ്ഞു തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം അവരെ സംബന്ധിച്ച് നാളെ കാണേണ്ട ഒരു വ്യക്തിയാണ്. ആ ഒരു മനുഷ്യത്വം ആ കുട്ടികൾക്ക് വേണ്ടി അധികാരികൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയയിലേക്ക് സ്വാഗതം കിട്ടുന്നേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ വടക്കാഞ്ചേരിയിൽ ആ സ്കൂൾ വിദ്യാർത്ഥികളെ പ്രൈവറ്റ് ബസ്സിൽ കയറ്റാതിരുന്നതിൻ്റെ ആ ഒരു കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് പറയുന്നത്. ആ ഒരു കുട്ടി കുറേ നേരങ്ങൾ കൊണ്ട് സ്കൂൾ കുട്ടികളെല്ലാം അവിടെ നിൽക്കുവാണ്. അതിനകത്ത് അല്ലാതെ വന്ന് യാത്രക്കാർ കയറുന്നുണ്ട്, എല്ലാം ഉണ്ട്. മറ്റ് വിദ്യാർത്ഥികളെ കുറച്ച് പേരെയൊക്കെ അതിനകത്ത് കയറ്റുന്നുണ്ട്. കുറച്ച് കുഞ്ഞുങ്ങളെ മാത്രം മാറ്റി നിർത്തുക. അതിനകത്ത് സ്ഥലമില്ലെങ്കിൽ നമുക്കത് വിചാരിക്കാം അതിനകത്ത് സ്ഥലമില്ലാത്തതുകൊണ്ടാണ് അതിലാളെ എടുക്കാതിരുന്നത് എന്ന് കരുതാം. പക്ഷേ അതിനകത്ത് സ്ഥലമുണ്ട്, സീറ്റുണ്ട്, എല്ലാം ഉണ്ട്. എന്നിട്ടും അദ്ദേഹം എന്നതിനാണ് അങ്ങനെ കാണിച്ചതെന്ന് മനസ്സിലാകുന്നില്ല. ആ കുഞ്ഞുങ്ങൾ സ്പെഷ്യൽ ക്ലാസ് കഴിഞ്ഞേച്ച് വന്നാണ്. ക്ലാസ്സും കഴിഞ്ഞ് സ്പെഷ്യൽ ക്ലാസ് കഴിഞ്ഞിട്ട് 5:30 ആയപ്പോൾ വന്നതാണ്. ഈ കുഞ്ഞുങ്ങൾക്ക് ഇച്ചിരി ദൂരോട്ട് പോകാനുള്ള കുട്ടികളാണെങ്കിൽ അടുത്തൊരു ബസ് വരുന്നതിന് വരെ നോക്കി നിൽക്കണം. ആ ബസ് വന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ എത്ര സമയം തന്നെയല്ലേ പേരൻസ് ഒക്കെ എത്രമാത്രം ടെൻഷൻ അടിക്കും. ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ നമുക്കറിയാം, മഴയും മഴക്കാറും ഒക്കെ ആയിട്ട് ഒരു വല്ലാത്തൊരു സിറ്റുവേഷനാണ് കാലാവസ്ഥ. വൈകുന്നേരം ഒരു 6 മണി ആകുമ്പോഴത്തേക്ക് ഒരു 7 മണിയുടെ ഒരു അവസ്ഥയാകും നമുക്ക്. അങ്ങനെയൊക്കെ ഉള്ളിടത്ത് ഈ കൊച്ചു പിള്ളേരെ, അതും 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ, അതുങ്ങൾക്ക് എന്തുമാത്രം പഠിക്കാനുണ്ട്. അതുങ്ങളെ എന്നാൽ അതിനുള്ളൊരു ഇവർക്കൊരു ഇതില്ല. അതിനകത്ത് സ്ഥലമില്ലെങ്കിൽ ഓക്കെ, സ്ഥലമില്ലെങ്കിൽ അവരെ പറയുന്നത് ന്യായമുണ്ട് നോക്കാം. ഈ സ്ഥലം ഉണ്ടായിട്ടും ആ കുഞ്ഞുങ്ങളെ കയറ്റിക്കൊണ്ട് പോകാതിരുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് കാണിച്ചിരിക്കുന്നത്. അദ്ദേഹം ഒരു ഇച്ചിരി പ്രായം ചെയ്യുന്ന ഒരു മനുഷ്യനും കൂടാണ്. ഒരു ഇച്ചിരി പക്വതയോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാമായിരുന്നു. ആ കുട്ടികളെ ബസ്സിൽ കയറ്റുന്നുമുണ്ട്. അവർക്ക് എന്നും കൊണ്ടുവന്ന കുട്ടികളല്ലേ, അതുങ്ങളെ ആ ഒരു ദിവസം മാറ്റി നിർത്തുന്ന ഇവർക്ക് ഭയങ്കര ലാഭം കിട്ടാൻ പോകുന്നൊന്നും ഇല്ലല്ലോ. ആ ഒരൊറ്റ ദിവസം അതുങ്ങളെ ആ വണ്ടിയെ കയറ്റാതെ മാറ്റി നിർത്തിയെന്ന് പറഞ്ഞിട്ട് ഇവർക്ക് ഒരു ലാഭവും കിട്ടാൻ പോകുന്നില്ല. ആ കുഞ്ഞുങ്ങൾ ആ പുറകെ നടന്ന് കൈ കൂപ്പിയാണ് കൊച്ചു ചോദിക്കുന്നത്, കൊണ്ടുപോകാമെന്ന് ചോദിക്കുന്നത്. അല്ലെങ്കിൽ മുഴുവൻ പിള്ളേരെയും കൊണ്ടുപോയി നമുക്ക് എന്തെങ്കിലും ഒരു കാരണം പറയാം. ഇത് കുറച്ച് പേർക്ക് കയറാൻ അവസരം കൊടുത്തേച്ച് ബാക്കി 3-4 കുട്ടികളെ നിൽപ്പുള്ളൂ. അത്രയും പേരെ മാറ്റി നിർത്തിച്ച് അവരെ കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ആ വണ്ടിയുടെ പുറകെ കൂടെ ആ കൊച്ചു ആ വണ്ടി പോകുമ്പോഴും പ്രതീക്ഷയോടെ അതിൻ്റെ പുറകെ കൂടെ നിൽക്കുന്ന കാണുമ്പോഴത്തേക്കുണ്ടല്ലോ, അത് കണ്ടപ്പോൾ ശരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി കേട്ടോ. എൻ്റെ മകനാണെങ്കിലും ഞാനൊരു നിമിഷം ചിന്തിച്ച് പോയ സ്ഥാനത്ത് നമ്മൾ ഏതൊരു അമ്മമാരും അങ്ങനെ ചിന്തിക്കത്തുള്ളൂ. നമ്മുടെ ഒരു കുഞ്ഞാണെങ്കിലും ഒന്ന് ഓർത്ത് പോകും. അത് കാണുന്ന ഒരു പേരൻസിനും അത് ഉള്ളിലൊരു ഇച്ചിരിയെങ്കിലും വിഷമം തോന്നാൻ അത് കാണാൻ പറ്റത്തില്ല. അത് കാണുമ്പോൾ നമുക്ക് വല്ലാതെ ഒരാഴ്ച തിരിഞ്ഞ് വന്ന ആ ഒരു നിപ്പൊക്കെ ഉണ്ടോ കൊച്ച്. അത്രയും ഒക്കെ ഈ പിള്ളേരോട് കാണിക്കേണ്ട കാര്യമുണ്ട്. ഇവർ ദിവസം കൊണ്ടുവന്ന കുട്ടികളല്ലേ, ഇവർക്ക് അറിയാവുന്ന കുട്ടികളല്ലേ, ആദ്യമായിട്ട് നിങ്ങൾ വരുമല്ലോ ബസ്സേ കയറാനായിട്ട്. അങ്ങനെ അത്രയും കാര്യങ്ങളും ചെയ്തിട്ടും ആ കൊച്ചു പറയുന്നത് അവരുടെ വണ്ടിക്കൊരു പ്രശ്നം വരേണ്ട, അദ്ദേഹത്തിൻ്റെ ലൈസൻസ് കളയരുത്, പറഞ്ഞാൽ മതി എന്നുള്ളൊരിതിലാണ് ആ കൊച്ചു പറയുന്നത്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ ഒരു കൊച്ചിൻ്റെ ബോധം പോലും ഇല്ലാതെ അത്രയും പ്രായം ചെയ്യുന്ന ഒരു മനുഷ്യൻ കാണിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിലും കാണുമല്ലോ കുട്ടികളൊക്കെ. ആ കുഞ്ഞുങ്ങളും ഇതുപോലെ ബസ്സിലൊക്കെ തന്നെ ആയിരിക്കുമല്ലോ പോകുന്നത്. അവനവൻ്റെ കുഞ്ഞുങ്ങളെ ഇതുപോലെ ഒന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ വിഷമം ഉണ്ടാവും അത് ഓർക്കുമ്പോഴത്തേക്ക്. ഈ കുഞ്ഞുങ്ങളെല്ലാം ആ വണ്ടിയിൽ അവർ സ്ഥിരമായിട്ട് നമ്മളൊരു ബസ്സിൽ പോയി കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ ആ ബസ്സുകാരായിട്ടൊരു അടുപ്പം വരും. അപ്പോൾ ആ കുഞ്ഞുങ്ങളോടൊന്നും ഇങ്ങനൊന്നും പെരുമാറാൻ മനസ്സ് വരത്തില്ല. എന്നാണേലും നമുക്ക് ആ കൊച്ചു പറയുന്ന കാര്യം അതൊന്ന് കേട്ട് നോക്കാം. ഞങ്ങൾ SSLC സ്റ്റുഡൻസ് ആണ്. ഞങ്ങളുടെ മെയിൻ ആവശ്യം എന്ന് പറഞ്ഞാൽ വീട്ടിൽ നേരത്തെ എത്തുക. SSLCയിലായ കാര്യം തന്നെ മോർണിംഗും സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്, ഈവനിങ്ങും സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് 5 മണിക്ക് സ്കൂളിൽ വിടുന്നതാണ്. അപ്പോൾ ആ ബസ്സാണ് 5 മണിക്ക് അവിടെ ഉണ്ടാവാറ്. അത് കഴിഞ്ഞിട്ട് ലേറ്റ് ആയാൽ പിന്നെ വേറെ ബസ്സിന് കുറച്ച് നേരം കാത്തു നിൽക്കേണ്ടി വരും. അപ്പോൾ ആ ബസ്സിലെന്ന് പറഞ്ഞാൽ ചിലരെ മാത്രം കയറ്റി, എന്നിട്ട് ഞങ്ങളെ കയറ്റാൻ അനുവദിച്ചില്ല. എന്താ പറഞ്ഞത് കണ്ടക്ടർ? നിനക്ക് ഇരിക്കണമെന്ന് ചോദിച്ചു. അത് ബസ്സിൽ സീറ്റ് ഉണ്ടായിരുന്നു, ഇരിക്കണമെന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. എൻ്റെ റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ ബസ്സിൽ കയറ്റുമായിരുന്നു എന്ന് മാത്രമാണ്. ഞങ്ങളുടെ പ്രധാന ആവശ്യം എന്ന് പറയുന്നതും വീട്ടിൽ നേരത്തെ എത്തുകയെന്ന് മാത്രമാണ്. ബസ്സിനെതിരെ നടപടി എടുക്കണമെന്ന് വെച്ചാൽ എൻ്റെ ജില്ലാ കളക്ടറിൻ്റെ അടുത്തുള്ള പ്രധാന റിക്വസ്റ്റ് നടപടി അങ്ങനെ എടുക്കേണ്ടതാണ്. പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ തന്നെ ഞങ്ങളുടെ ആവശ്യം വീട്ടിൽ നേരത്തെ എത്തിച്ചു തരാമെന്ന് മാത്രമാണ്. അപ്പോൾ ഞങ്ങൾക്ക് കയറാനായിട്ടുള്ള സൗകര്യം മാത്രം മതി. ബസ്സിനെതിരെ നടപടി എടുക്കണ്ട. നടപടി വേണ്ട, ബസ്സിൽ ഇനി കയറ്റണം. കയറ്റിയാൽ മാത്രം മതി. ആ ബസ് മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പൊ ആ സമയത്ത് നേരത്തെ ഉണ്ടാകുന്ന ആ ബസ്സാണ്. അപ്പോൾ കയറ്റിയാൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾ സ്ഥിരം ആ ബസ്സിലാണോ പോകുന്നത്? സ്ഥിരം ആ ബസ്സിൽ തന്നെ പോവാറ്. ചില സമയത്ത് മാത്രമായിട്ടാണ് കയറ്റാതിരിക്കുക. അപ്പോൾ ഇന്നലെ കയറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ ആ വിഷയത്തിൽ ഒന്ന് പരാതി പറഞ്ഞെന്നുള്ളൂ. ഇത്രയും ഗുരുതരാമെന്ന് വിചാരിച്ചില്ല. അപ്പോൾ കൈകൂപ്പി അപേക്ഷിച്ചത് ആരാ? കൈകൂപ്പി അപേക്ഷിച്ച് ഞാൻ തന്നെയാണ്. കൈകൂപ്പി അപേക്ഷിച്ച് ചോദിക്കാൻ കാരണം ബസ്സിൽ സീറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ കയറാൻ സമ്മതിച്ചില്ല, തടയുകയും ചെയ്തു. അപ്പോൾ അതിനെതിരെ കൈകൂപ്പി റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നു, ഒന്ന് കയറ്റാൻ വേണ്ടി. അപ്പോൾ ST കൊടുത്താണല്ലോ ST കൊടുത്തിട്ട് അതാണ് ഒരു പ്രശ്നം. അതാണ് പ്രശ്നമായിട്ട് കാണുന്നത്. അതുകൊണ്ട് ഈ കണ്ടക്ടർമാർ മാത്രമല്ല, പൊതുവെ അങ്ങനെ ഉണ്ട്. ഞങ്ങളുടെ ആവശ്യം വീട്ടിൽ നേരത്തെ എത്തിച്ചേരാൻ. അപ്പോൾ ഇത്രയും നാൾ ഇങ്ങനൊരു പ്രശ്നമില്ലായിരുന്നു. ഇപ്പൊ നമുക്കറിയാം പ്രിയദർശിനിയൊക്കെ വന്നു. അപ്പോൾ ഇന്നലെയാണ് ഇങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ടുണ്ടാവുന്നത് അല്ലേ? അതെ അതെ അതെ, ഇന്നലെയാണ് ഇത്രയ്ക്ക് സ്ട്രിക്റ്റ് ആയിട്ട് ആൾ കേസില്ലെന്ന് പറഞ്ഞത്. ഇത്രയും സംഭവിച്ചിട്ടും ആ ബസ്സിനൊരു പ്രശ്നം വരേണ്ട, അദ്ദേഹത്തിനൊരു പ്രശ്നം വരേണ്ട, അതൊക്കെ ആ പിള്ളേർക്ക് അവരോടുള്ള ഇഷ്ടം കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അതിൻ്റെ ഒരു ശകലം പോലും ആ കുഞ്ഞുങ്ങളോട് തോന്നായിട്ടുള്ളൊരു മനസ്സ് കാണിച്ചില്ലല്ലോ.
ഒരു ഇച്ചിരിയെങ്കിലും ആദ്യം കയറേണ്ടെന്ന് പറഞ്ഞു നിന്നിട്ട് പോലും ആ കുട്ടികളെല്ലാവരും കയറി കഴിഞ്ഞാൽ വണ്ടി വിടാറായപ്പോഴത്തേക്കാണ് അതിൻ്റെ അടുത്തോട്ട് ചെല്ലുന്നത്. ആ ഒരു നിമിഷം ആ കുഞ്ഞുങ്ങളെ കയറ്റിക്കൊണ്ട് പോകാമായിരുന്നു. ഇങ്ങനെയുള്ളവർ കാണിക്കുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നത് എന്നാണെന്നറിയാം, ഈ തൊഴിലാളികൾ എന്നാ ചെയ്താലും അതിൻ്റെ ഓണറെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. അവർക്ക് എന്നതും ചെയ്യാം, ഇങ്ങനെ കാണിച്ച് ഇവർക്കങ്ങ് പോകാം, പക്ഷേ ഇതിൻ്റെ ബാക്കി പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത് ആ ബസ്സിൻ്റെ ഓണറും കൂടെ ആയിരിക്കും. ആ കുട്ടികൾ പറഞ്ഞു കേട്ടോ, ഇതിന് മുമ്പ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാലും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഈ പ്രാവശ്യമാണ് ഇത്രയും ഇതായിട്ട് ഒട്ടും ഒരു മനസാക്ഷിയില്ലാത്ത രീതിയിൽ അങ്ങനെ പെരുമാറിയിട്ടുള്ളത്. എന്നിട്ടും അവർക്ക് പരാതിയില്ല. അവർ ഇത്രയും ഈ സ്കൂള് വിട്ട് ആ സമയത്ത് അവർ പോയാൽ അവർ വീട്ടിൽ ചെല്ലുന്ന സമയമായിട്ട് ഒത്തിരി മാറ്റം വരുന്നു. ആ കറക്റ്റ് ബസ് അവർ വരുന്ന സമയത്ത് പോകുന്ന ബസ് അതാണ്. ആ ബസ്സിൽ അതുങ്ങൾ കയറി പോയില്ലെങ്കിൽ പിന്നെ കുറേ താമസിക്കാൻ പോകാനായിട്ട്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് 10ാം ക്ലാസ് തന്നെയല്ല, +2 ഒക്കെ ഉണ്ട്, ഇഷ്ടം പോലെ പഠിക്കാനുണ്ട്. ഇതുങ്ങൾ ഈ വീട്ടിൽ ചെന്നിട്ട് വേണം ബാക്കി പിറ്റേ ദിവസമൊക്കെ പഠിച്ചുകൊണ്ട് പോകാനുള്ളതും അന്ന് പഠിപ്പിച്ചത് പഠിക്കാനും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുള്ളത്. ഒരു നിമിഷം ഇച്ചിരി ഒരു മനസാക്ഷിയോടുകൂടി ഒന്ന് പെരുമാറിയിരുന്നെങ്കിൽ. ഇതൊക്കെ ചെയ്യുന്നുണ്ടുള്ള പ്രശ്നം എന്നാണെന്നറിയാമോ, ഇനി വരുന്ന ദിവസങ്ങളാണ് ഇങ്ങനെ അനുഭവിക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഉള്ള നടപടിയും കാര്യങ്ങളും എല്ലാം എടുത്തിട്ടുണ്ട്, അത് ഞാൻ വീഡിയോയിലൂടെ കാണിക്കാം. അത് വീഡിയോ എടുത്തൊരു മനുഷ്യനുണ്ട്, അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങളും അദ്ദേഹം ഇത് തന്നെയാണ് പറയുന്നത്. അദ്ദേഹം വീഡിയോ എടുത്തത് ഈ കുഞ്ഞുങ്ങളുടെ ഈ ഒരു സിറ്റുവേഷൻ കണ്ടിട്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു വീഡിയോ എടുത്തത്. അവിടെ നിന്ന് നിങ്ങളെ കയറ്റാതിരിക്കുന്നത് കണ്ടതുകൊണ്ടാണ് അദ്ദേഹം വീഡിയോ എടുത്തത്. അദ്ദേഹത്തിനും ബസ്സിനോടോ ബസ്സുകാരോടോ ഒന്നും ഒരു പരാതി, അവർക്കെതിരെ ഒരു പരാതി പോകണമെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലൈസൻസ് കട്ട് ചെയ്യണമെന്നോ അങ്ങനെയുള്ള ഒരു ഇതും അവർക്ക് അങ്ങനെയുള്ളൊരു പ്രശ്നങ്ങളൊന്നുമില്ല. ഈ കുഞ്ഞുങ്ങളെ വണ്ടിയെ കയറ്റണം, അവരെ ഇനി ഇങ്ങനെ ഒഴിവാക്കി മാറ്റി നിർത്തരുത് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ആ കൊച്ചും പറയുന്നുണ്ട് കുറച്ച് പേരെ കയറ്റി, പിന്നെ ബാക്കിയുള്ളവർക്കൂടെ കയറിയാൽ എന്നാ കുഴപ്പം. ഇവരിപ്പോൾ ഇത് ഈ പ്രിയദർശിനി പറഞ്ഞ ആ ഒരു സംഭവം ഇറക്കിയേക്കുന്നതാണ് ഇവർ, അതുകൊണ്ടായിരിക്കാം എന്നങ്ങ് വരുത്തി തീർക്കുകയാണ്. അതുകൊണ്ടാണേലും അല്ലേലും ഈ കുട്ടികളോട് ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നുള്ളതാണ്. വളരെ നേരത്തെ 6 മണിക്കൊക്കെ പുറപ്പെടുന്ന കുട്ടികളുണ്ട്. പലർക്കും സ്പെഷ്യൽ ക്ലാസ്സുകൾ നേരത്തെ അവർ സൂചിപ്പിച്ചതുപോലെ വൈകിട്ട് 6 മണി 6:30ക്കാണ് എത്തുന്നത്. ഇവരെല്ലാവരും അടുത്ത ഭാവിയുടെ ഒരു വാഗ്ദാനങ്ങളാണ്. അവർ A+ കിട്ടുമ്പോൾ അവർക്ക് ട്രോഫി കൊടുക്കാൻ മാത്രമല്ല നമ്മുടെ സമൂഹമാണ് പ്രവർത്തിക്കേണ്ടത്. അവർ കൃത്യമായി അവർക്ക് വേണ്ട ഗൈഡ് ലൈൻസ്. ഇപ്പോൾ 3:30-ക്കെല്ലാം പ്രാദേശികമായ എല്ലാ സ്കൂളുകളും തുറക്കുന്നു. പക്ഷേ ഈ SLC കുട്ടികൾ വളരെ വിരലുണ്ടാവുന്ന കുട്ടികൾ മാത്രമാണ് ഈ 5 മണി സമയത്ത് അവിടെ ബസ്സിൽ കയറാൻ വേണ്ടി വരുന്നത്. അവരെ പരമാവധി കുറച്ചുകൂടി പരിഗണന അവർക്ക് കൊടുക്കണം എന്നുള്ളതാണ് റിക്വസ്റ്റ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ എടുത്ത് നമ്മൾ പോസ്റ്റ് ചെയ്തു, യാദൃശ്ചികമാണ്, പക്ഷേ അത് വലിയൊരു തലത്തിലേക്ക് അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരളം മുഴുവൻ ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിൽ നമുക്ക് മാനസികമായി കുട്ടികളുടെ ഉള്ളിൽ വലിയ വിഷമമാണ്. എൻ്റെ മകൻ ഉൾപ്പെടെയുള്ള കുട്ടികൾക്ക് ഈ കണ്ടക്ടർക്കെതിരെ ഒരു നടപടി എടുക്കരുതെന്ന് അവർ കരഞ്ഞു തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം അവരെ സംബന്ധിച്ച് നാളെ കാണേണ്ട ഒരു വ്യക്തിയാണ്. ആ ഒരു മനുഷ്യത്വം ആ കുട്ടികൾക്ക് വേണ്ടി അധികാരികൾ ശ്രദ്ധയിൽപ്പെടുത്തണം. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇപ്പോഴത്തെ MVD പോലെ അവരെല്ലാവരും സംസാരിച്ചപ്പോൾ അവരെല്ലാവരും കർശനമായ നടപടികളിലേക്ക് കടന്നു കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കണ്ടക്ടറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനും 5 ദിവസത്തെ കോഴ്സിന് അദ്ദേഹത്തെ പറഞ്ഞു വിടുന്നതിനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. പരാതി കുട്ടികളുടെ പരാതി മാത്രമായിരുന്നു. അതാണ് ഇത്രയും ഗൗരവമായി ജില്ലാ ഭരണകൂടം കളക്ടർ ഉൾപ്പെടെ എടുത്തിട്ടുള്ളത്. കുട്ടികളുടെ പരാതി ആയതുകൊണ്ട് മാത്രമാണ്. ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് വരെ ഈ ഒരു വിഷയം പൊതുവിഷയമായി ഏറ്റെടുത്തിരിക്കുകയാണ്. ആ ഒരു തലത്തിലേക്കൊന്നും എത്തുന്നൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചുകൊണ്ടല്ല കുട്ടികളിലേക്ക് വന്നത്. അവർക്കിപ്പോൾ വലിയൊരു മനോവിഷമത്തിൽ കൂടിയാണ് അവർ. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ബസ്സിനെതിരെയുള്ള ഒരു നടപടി എടുക്കരുത് എന്ന് തന്നെയാണ് കുട്ടികളുടെ വിനീതമായ റിക്വസ്റ്റ്. കാരണം നാളെയും അവർ പലരുടെയും ഉപജീവനം മുടക്കാനല്ലല്ലോ പഠിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു വിഷയം വളരെ ഭംഗിയായി തന്നെ അനുഭവപൂർവ്വം പരിഗണിച്ച് ഒരു താക്കീതോടു കൂടി ഈ ഒരു വിഷയം അവസാനിപ്പിക്കണമെന്നും മേലിൽ ഇത്തരം ബുദ്ധിമുട്ടുകൾ ഈ കുട്ടികൾക്കെന്നല്ല പൊതുവിലുള്ള ഒരു കുട്ടികൾക്കും ഉണ്ടാകരുത് എന്നുള്ള ഒരു അഭ്യർത്ഥനയോടുകൂടി ഈ വിഷയം അവസാനിപ്പിക്കണമെന്നതാണ് എല്ലാ ഭരണാധികാരികളോടും ഒരു പാരന്റ് എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. നിയമ നടപടികൾ എടുക്കില്ലെന്നൊക്കെ പറഞ്ഞാലും നിയമ നടപടികൾ എടുക്കുകയൊക്കെ തന്നെ ചെയ്യും. കാര്യം ഇത് വീഡിയോ സഹിതമാണ് പുറത്ത് വന്നിരിക്കുന്നത്. അതേസമയം ഒരാൾ പറയുവാണെങ്കിൽ അത്രയും വരുന്ന തെളിവ് സഹിതമാണ് എല്ലാം കൈ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ അവരിപ്പോഴും പറഞ്ഞിട്ടോ അതിലുള്ളവരുടെ ഉപജീവനമാർഗം മുട്ടിക്കണമെന്നോ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. അവർക്ക് ഈ വണ്ടി യാത്രയുള്ള സൗകര്യങ്ങൾ കൊടുക്കുക, അത് മാത്രമല്ല. വളരെ കുറച്ച് കുട്ടികൾ മാത്രമേ ഉള്ളതെന്ന് പറയും. ഈ സ്പെഷ്യൽ ക്ലാസ് കഴിഞ്ഞ് വരുന്ന ആ സമയത്ത് വരുന്ന കുറച്ച് 10 അങ്ങനത്തെ കുട്ടികളെ ഉള്ളൂ. അത്രയും പേരെ അതിലെനിക്കൊന്നും അത്രയും പേര് ഇല്ലെന്ന് തോന്നുന്നു. അവിടെ ആ വണ്ടിയായിട്ട് 4-5 പേരാണ് ആ വണ്ടിയെ കയറേണ്ടി നിൽക്കുന്നതെന്ന് തോന്നുന്നു. അതിൽ ബാക്കിയുള്ള കുട്ടികൾ കയറിക്കോളൂ, നിങ്ങൾ കയറേണ്ട എന്നും പറഞ്ഞിട്ട് മാറ്റി നിർത്തിയതിൻ്റെ കാരണമാണ്. ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശദീകരണങ്ങൾ എന്തെങ്കിലും കാണുമായിരിക്കാം. ഇന്ന കാരണം കൊണ്ടാണെന്നോ എന്നാ വിശദീകരണങ്ങൾ കൊടുത്താലും എന്നാ ന്യായീകരണങ്ങൾ പറഞ്ഞാലും ചെയ്തത് തെറ്റ് തന്നെയാണ്. വളരെ വലിയൊരു തെറ്റ് തന്നെയാണ് ചെയ്തത്, ആ കുട്ടികളോട് ചെയ്തത്. നമുക്ക് എന്നാണേലും ഇതിൻ്റെ ബാക്കി നിയമ നടപടികൾ എന്നാന്നുള്ളത് പറയുന്നത് കേട്ടു നോക്കാം. കണ്ടക്ടറെ വിളിച്ചു വരുത്തി കണ്ടക്ടർ ലൈസൻസ് മേടിച്ചു വെച്ചിട്ടുണ്ട്. അത് സസ്പെൻഡ് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കും. അദ്ദേഹത്തിനോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. നാളെ എത്തി അദ്ദേഹം വിശദീകരണം നൽകുമെന്നാണ് പറഞ്ഞത്. വിശദീകരണം എന്തു തന്നെ ആയാലും ഇതിൻ്റെ ദൃശ്യം നമ്മുടെ കയ്യിലുള്ളതുകൊണ്ട് അതൊരു വളരെ വലിയൊരു ഒഫൻസായിട്ട് കാണും. അതുകൊണ്ട് തന്നെ കണ്ടക്ടറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കും. അതുകൂടാതെ നമ്മുടെ മോട്ടോർ വാഹന വകുപ്പിൻ്റെ കീഴിലുള്ള പ്രൈവറ്റ് ട്രെയിനിങ് റിസർച്ച് സെൻറ്ററിൽ 5 ദിവസത്തെ ബോധവൽക്കരണ ക്ലാസ്സിന് ആളെ ഇടാനായിട്ടും തീരുമാനമുണ്ട്. തീർന്നില്ലേ? സമാധാനമായില്ലേ?
ലൈസൻസിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായപ്പോഴത്തേക്ക് നിങ്ങൾക്ക് സമാധാനമായി. ഇനി ദിവസം വീട്ടിൽ ഇരിക്കാമല്ലോ, ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കാമല്ലോ. ഒരു നിമിഷ നേരം കൊണ്ട് കാണിച്ചു കൂട്ടിയ ഒരു വിവരക്കേടിൻ്റെ കൂടുതലുണ്ട്. സ്വന്തം ഉപജീവന മാർഗം പോലും തീർന്നില്ലേ? എല്ലാവരും ഉണ്ടല്ലോ ഇങ്ങനെ. ഈ വിദ്യാർത്ഥികളെന്ന് പറയുമ്പോൾ എനിക്കറിയാമല്ലോ, ഇവർക്ക് ഏതാണ്ട് ഒരുമാതിരി പിശാച് കുഴിച്ച് കാണുന്ന മാതിരിയുള്ളൊരിതാണ് അവസ്ഥയാണ്. ഈ പിള്ളേരെ അതിലൊന്ന് കയറ്റിയെന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പറയുന്നു ഇങ്ങനൊരു സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ടുള്ള ഒരു ഇത് വന്നിട്ടുണ്ടല്ലോ, ദൈവം വന്നിട്ട് അതുകൊണ്ടാണ് ഇതിങ്ങനെ വരുന്നതെന്ന് ഇവർ വരുത്തി തീർക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ അതാണെന്ന് പറഞ്ഞാലും ഈ കാണിച്ചത് ശരിയാണ്. വണ്ടിയിൽ ആളില്ല, അത് ശരിയാണ്. വണ്ടിയിൽ ആളില്ലാത്തപ്പോഴല്ലേ ഈ പിള്ളേരെ കൊണ്ടുപോകേണ്ടത്. ഈ വണ്ടിയിൽ ആളില്ലാതെ നിങ്ങൾ ചുമ്മാ ഓടിയാലും ഈ കുഞ്ഞുങ്ങളെ അതിനകത്ത് കയറിക്കൊണ്ട് പോകുന്നതും എല്ലാം ഒരുപോലെ അല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഒരു നഷ്ടവും സമയം എന്നാണോ വണ്ടി ഓടണം. അതിന് ഈ കുഞ്ഞുങ്ങളെ ഇത്രയും പേരെ മാറ്റി നിർത്തിയാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ലാഭം കിട്ടുമോ? ഒരു ഇതും കിട്ടില്ല. ഇങ്ങനെയുള്ള നിയമ നടപടികൾ എടുത്തതിന് ഞാൻ അത് എടുക്കണമെന്ന് തന്നെയാണ് പറയുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതുപോലൊക്കെ ചെയ്താലേ ഇനിയുള്ള കുഞ്ഞുങ്ങളോട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കത്തുള്ളൂ. ചില വണ്ടിക്കാർ പിള്ളേരോട് കാണിക്കുന്ന കണ്ടാൽ നമുക്ക് കഷ്ടം തോന്നും. അതുങ്ങളെ കയറ്റാതെ മാറ്റി നിർത്തുക, അടുത്ത വണ്ടിയെ കയറിയാൽ മതി മാറെന്ന് പറഞ്ഞ് തള്ളി മാറ്റുക, എന്നതൊക്കെ കാണിക്കുന്ന അവർ ഓരോ വണ്ടിയുടെയും ഡോറിൻ്റെ അവിടെ ഓടിച്ചെന്ന് നിൽക്കുക. ഒരു ഭയങ്കര ഒരു അവസ്ഥയിൽ നമുക്കത് കാണുമ്പോൾ കഷ്ടമോടെ തോന്നും. ഇപ്പോഴാണ് ഇപ്പോൾ ഇത്രയും ഇതൊക്കെ ഇങ്ങനെ വന്നേക്കുന്നത്. ഒരുപാട് വിദ്യാർത്ഥി സംഘടനകളും കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ സ്കൂളുകളിൽ രാഷ്ട്രീയം വേണോ, കോളേജുകളിൽ രാഷ്ട്രീയം വേണോ എന്ന് ചോദിച്ച് വരുന്നുണ്ട്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പം ഇങ്ങനെയുള്ള സംഘടനകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലെന്ന് അന്നേരം ആഗ്രഹിച്ചു പോകും. അതുകൊണ്ടാണ് എല്ലാവരും ഈ രാഷ്ട്രീയം വേണമെന്ന് തന്നെ പറയുന്നത്. ഈ അടിപിടി മാത്രമല്ല കേട്ടോ, ഇങ്ങനെയുള്ള നല്ല കാര്യത്തിനും ഇവരെ ഉപയോഗപ്പെടുത്താറുണ്ട്. ഇങ്ങനെയുള്ള വിദ്യാർത്ഥികളോട് കാണിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെയുള്ള സംഘടനകളൊക്കെ മുൻകൈ എടുത്തിറങ്ങും. അതുകൊണ്ടാണ് ഈ രാഷ്ട്രീയം വേണോ വേണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരുമ്പം ചിലർ വേണമെന്നും ചിലർ വേണ്ടാന്നും ഒക്കെ പറയുന്നത്. ഇപ്പോൾ ആ വീഡിയോ എടുത്തതുകൊണ്ട് അറിഞ്ഞു. വീഡിയോ എടുത്തില്ലായിരുന്നെങ്കിലോ ആരും അറിയില്ല. ആ കുഞ്ഞുങ്ങൾ ദിവസവും ചിലപ്പോൾ ഇങ്ങനെ തന്നെ അനുഭവിക്കേണ്ടി വരും. ആരും ഇതിനെതിരെ പ്രതികരിക്കാനും കാണില്ല. അവരാരോട് ചെന്ന് പറയണ്ട. അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവർ കേട്ടുന്നുണ്ട്. പിന്നെ അല്ലേ അതിൻ്റെ പുറകെ നിയമ നടപടികൾക്ക് വേണ്ടി നടന്നു കഴിയുമ്പോഴത്തേക്ക് തെളിവ് ചോദിക്കും, അങ്ങനെ ചോദിക്കും, ഇങ്ങനെ ചോദിക്കും. ഇതിപ്പോൾ ഇങ്ങനെ വൈറലായതുകൊണ്ട് മാത്രമാണ് ഇത് ഉടനടി ഇതിനൊരു നിയമ നടപടികൾ എടുത്തത്. അല്ലാതെ ഇപ്പോൾ ഒരാൾ കൊണ്ട് ഒരു പരാതി കൊടുക്കുവാണെങ്കിൽ ബസ്സുകാരെ വിളിച്ച് സംസാരിച്ച് അത് ചോദിച്ച് ഇത് ചോദിച്ച് വീണ്ടും ബസ്സുകാർക്ക് കലിപ്പാകും. വീണ്ടും അവരിതൊക്കെ തന്നെ കാണിക്കും. അങ്ങനെ അങ്ങ് പോകത്തേ ഉള്ളൂ. ഇതിങ്ങനെ ഒരു വീഡിയോ വന്നുകൊണ്ട് മാത്രമാണ് ഒരു നിയമ നടപടി വന്നത്. അല്ലെങ്കിൽ എല്ലാ കാര്യത്തിനും ഏതൊരു കാര്യത്തിനും നമ്മളൊരു പരാതി കൊണ്ട് കൊടുത്താൽ അവരത് നമ്മളിട്ട് കുറേ പ്രാവശ്യം അന്നേരം നമ്മൾ ഓർക്കും ഇതിൻ്റെ ഒന്നും പുറകെ പോകണ്ട, എന്നേലും ആട്ടെ എന്നൊരു മൈൻഡ് പിന്നെ ആൾക്കാർക്ക് വരും. ഇതിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ വന്നുകൊണ്ട് മാത്രമാണ് ഇത് പെട്ടെന്ന് ഇതിനൊരു തീരുമാനമായത്. അല്ലെങ്കിൽ ഇതിന് ഒരു തീരുമാനം ആകത്തില്ലായിരുന്നു. എന്നാണേലും തൊഴിലാളികൾ കാണിക്കുന്നതിൻ്റെ കുറേയൊക്കെ മുതലാളിമാരും കൂടെ അനുഭവിക്കും. മുതലാളിമാർ ഇങ്ങനെയുള്ള തൊഴിലാളികളെയൊക്കെ വെക്കുമ്പം ഒന്ന് ചിന്തിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്റ്റാഫിനോട് പറഞ്ഞ് മനസ്സിലാക്കി ആദ്യം വിടുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യരുത്, ഇതൊക്കെ നമ്മുടെ ഇതിനെ ബാധിക്കും, ഈ ഒരു പ്രസ്ഥാനത്തെ ബാധിക്കും എന്ന് പറയുക. അല്ലെ തന്നെ പ്രൈവറ്റ് ബസ്സുകാർക്ക് ഒരു മോശം ഒരു ഇമേജാണ്. അവരങ്ങനെയാണ് ഇങ്ങനെയാണ്, മത്സരമോട്ടമാണ്, അതാണ് ഇതാണ്. ഒന്നാമത് ഒരു ബസ് കഴിഞ്ഞ് അടുത്ത ബസ് ഇത്ര 10 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 5 മിനിറ്റൊക്കെ വ്യത്യാസത്തിലായിരിക്കും എൻ്റെ തൊട്ട് പുറകെ അടുത്ത ബസ് വരുന്നത്. ഇങ്ങനെ വരുമ്പോഴത്തേക്കാണ് ഈ മത്സരമോട്ടം ഉണ്ടാകുന്നത്. ഒന്നെങ്കിൽ ഈ പെർമിറ്റ് കൊടുക്കുന്ന സമയത്ത് ഇത്രയും അടുപ്പിച്ചടുപ്പിച്ച് ബസ്സുകാർക്ക് സമയം വെച്ച് കൊടുക്കാതിരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാലേ ഉള്ളൂ ഒരു മാറ്റം വരുന്നത്. ഒരു ബസ് പോയി 2-3 മിനിറ്റ് കഴിഞ്ഞായിരിക്കും ചിലപ്പോൾ അടുത്തൊരു ബസ് വരുന്നത്. അപ്പോൾ മുന്നിൽ പോകുന്നവൻ ഒരു സ്റ്റോപ്പിൽ നിർത്തി കഴിഞ്ഞാൽ അടുത്ത സ്റ്റോപ്പിലിട്ട് എടുക്കുമ്പോൾ മറ്റേ ബസ് പുറകെ ഉണ്ട്. അപ്പോൾ കുറേ ഇങ്ങോട്ട് വന്ന് കഴിയുമ്പോഴത്തേക്ക് ഈ പുറകെ വരുന്ന ബസ്സുകാരെ മുന്നിൽ കയറി പോകും. അപ്പോൾ പിന്നെ വഴക്കായി ബഹളമായി. ഒന്നെങ്കിൽ വണ്ടിക്കൊക്കെ പെർമിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് ഒരു 10 മിനിറ്റ് എങ്കിലും ഒരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കുക. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഈ ബസ്സുകാർക്കും ഒരു മുഷിപ്പ് വരത്തില്ല. അവർ വിദ്യാർത്ഥികളോടും ഒരു മോശമായിട്ട് പെരുമാറത്തില്ല, ഒന്നും കാണിക്കത്തില്ല. ഇങ്ങനെ വരുന്നവർക്ക് പുതിയ വണ്ടികൾ വരുമ്പോഴത്തേക്ക് പെർമിറ്റ് അടുപ്പിച്ച് കൊടുക്കുമ്പോഴാണ് കൂടുതലും വിഷയങ്ങൾ വരുന്നത്. എന്നാ കൊടുത്തെന്ന് പറഞ്ഞാലും ഇദ്ദേഹം കാണിച്ചത് നല്ല കാര്യമല്ല, വളരെ മോശപ്പെട്ട കാര്യം തന്നെയാണ്. ഒരു കുട്ടികളോട് കുറച്ച് കുട്ടികളോട് മാത്രമായിട്ട്. അതിൻ്റെ റീസൺ എന്നാന്ന് ഇപ്പോൾ പുള്ളി വന്നിട്ട് പറയുമായിരിക്കും, ഇന്ന കാര്യമാണ്. അത് എന്നാ ഇത് പറഞ്ഞെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ലൈസൻസിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. ഇനി മറ്റ് ബസ്സുകാരും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആവർത്തിക്കാതിരിക്കാനായിട്ട് ഒരു പാഠവും ആകും ഇതൊക്കെ. എന്നാലും മറ്റൊരു വീഡിയോയുടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം.